ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് രസമാണ്. ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അസൽ രസമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. ഉള്ളി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒത്തിരി അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഏതാണ്ട് ഈ രീതിയിലോട്ട് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് ഓയിലൊന്ന് ചൂടായതിനു ശേഷം കടുക് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കറിവേപ്പില ചേർക്കാം. ഏതാണ്ട് കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്, കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടണം. ചുവട് കരിയാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് മൂത്തതിന് ശേഷം തക്കാളിയും പച്ചമുളക് കീറിയതും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി, അതും കൂടി നമുക്ക് നന്നായിട്ട് വഴണ്ടി കിട്ടും വരെ ഇളക്കി കൊടുക്കണം. ഏതാണ്ടൊക്കെ തക്കാളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് പൊടികളൊക്കെയാണ്. പൊടികളൊക്കെ ചേർത്ത് തുടങ്ങാം. ഏതാണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത്, പിന്നെ വേണ്ടത് മണത്തിന് വേണ്ടി നമ്മൾ കായമാണ് ചേർക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കായം ചേർക്കാം. ഞാനിവിടെ പൊടിക്കായമാണ് ചേർക്കുന്നത്. അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഈ പൊടികളൊക്കെ നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പച്ചമണം മാറും വരെ നമ്മൾ ഇളക്കേണ്ടതാണ്, അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോകും. ഏതാണ്ട് പച്ചമണമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളിയുടെ നീര് ചേർക്കേണ്ടത്. അത് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഏതാണ്ട് ഇവിടെ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് യോജിപ്പിച്ചെടുത്ത് തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോൾ സ്വാദിഷ്ടമായ രസം ഇവിടെ തയ്യാറായി.